ഇന്നത്തെ നമ്മുടെ വീഡിയോ വട്ടവടയുടെ വിശേഷങ്ങളെ പറ്റിയാണ്. ഇപ്പം നമ്മൾ വട്ടവടയിലെ ഫോറസ്റ്റിലാണ്. ചെക്ക് പോസ്റ്റിൽ നിന്ന് വണ്ടിയുടെ പേരും വണ്ടി നമ്പറും എൻ്റെ പേരും മൊബൈൽ നമ്പറും എല്ലാം കൊടുത്തിട്ട് നമ്മൾ ഈ കാടിൻ്റെ അകത്ത് കൂടെ പോവുകയാണ്. 5 കിലോമീറ്റർ ഉണ്ട്. ഈ 5 കിലോമീറ്ററും വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനോ അങ്ങനെ ഒന്നും പറ്റിയില്ല. കാരണം ഫൈൻ അടയ്ക്കും. ഈ 5 കിലോമീറ്ററും മൃഗങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറയണത്. നമ്മളൊന്നും കണ്ടില്ല. ബട്ട് അങ്ങോട്ട് നല്ല വ്യൂ ആണ്, കാണാൻ നല്ല രസമുണ്ട്. ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. വണ്ടി നിർത്തിയില്ല, കാരണം ഞങ്ങൾക്ക് മുമ്പ് വന്നൊരു പുള്ളീനെ ഫൈൻ അടയ്ക്കുന്ന അവിടെ നിന്ന് കണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോന്നു. പക്ഷെ നല്ല രസമുണ്ട്. ഞങ്ങൾ പോയ സമയം നല്ലതായിരുന്നു. നല്ല ക്ലൈമറ്റും മഴയൊന്നുമില്ല, അധികം വെയിലുമില്ല, നല്ല രസമായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ജീപ്പ് സഫാരി ഞങ്ങൾ എടുത്തു. ജീപ്പ് സഫാരിക്ക് അറൗണ്ട് 2000 രൂപയാണ് ഒരു ജീപ്പിന് ഇവർ ചാർജ് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ജീപ്പ് സഫാരി ഏറ്റവും നല്ലതാണ്. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ചേട്ടൻ കാണുന്ന പോലെയല്ല, ചേട്ടൻ മുഖമൊന്നും അത്ര ചിരിച്ച മുഖമല്ലെങ്കിലും ഈ ചേട്ടൻ്റെ ആ ഒരു രീതി, സ്റ്റൈലും അടിപൊളി. വണ്ടി ഓടിയിലാണെങ്കിലും പെരുമാറ്റത്തില്ല. ആദ്യമൊക്കെ പുള്ളി ഇച്ചിരി ഒരു ചിരിക്കുന്നതിൽ വലിയ ഓളമൊന്നും ഇല്ലാത്തിട്ട് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷെ അടിപൊളി മനുഷ്യനാണ്. ഈ വീഡിയോയിലെ പകുതി വീഡിയോസും പുള്ളി എടുത്തതാണ്. ഞങ്ങളങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നേരെ ടൗണിലെത്തി, വട്ടവട ടൗൺ. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഒരു നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഇവിടുത്തെ സ്ഥലം തട്ടായിട്ടാണ് സ്ഥലങ്ങൾ കിടക്കുന്നത്. ഇവിടുത്തെ വീടുകളിലുള്ള ചെറിയ വീടാണ്, 2 നിലയാണ്. നല്ല കളർ കോമ്പാണ്. എനിക്ക് ഇവിടുത്തെ കളറാണ് ഇഷ്ടപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പച്ച, നീല, മഞ്ഞ, പല ഡിസൈനിലെ പല വീടുകളും. ഒരു തമിഴ്നാടിൻ്റെ ടച്ച് ഈ ഏരിയയ്ക്കുണ്ട്. വഴി ഭയങ്കര മോശമാണ്. വഴി വളരെ മോശമാണ്. ഓഫ് റോഡ് ജീപ്പ് ഓഫ് റോഡ് പോണ പോലെ തന്നെയാണ്. ജീപ്പിൽ പോകണതാണ് കുറച്ചുകൂടെ സുഖം. ഈ വീടിൻ്റെയൊക്കെ ഡിസൈൻ കണ്ട നല്ല രസമുണ്ട്. ഈ വഴിയും ചെറിയ പൊടി കൂടുതലാണ്, ഇച്ചിരി പൊടി കൂടുതലാണ്. സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം പിറന്നതോ, കവിതയോ, രാത്രി ഉറക്കം കെടുത്താൻ നീ മാടൻ മറുതയോ, നിന്റെ കനവ് കാണാൻ രാത്രിയെല്ലാം വീണ വെറുതെയോ, ബന്ധുചാരമായി കിടന്നൊളിന്ന് വീണിസ് പറവയോ, നിന്റെ പേര് കവിതയോ, രാത്രി ഉറക്കം കെടുത്താൻ നീ. ഈ സ്കൂളാണ് അഭിമന്യു പഠിച്ച സ്കൂൾ ഇതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വഴി കൂടെയാണ് അഭിമന്യുവിൻ്റെ വീട്ടിലേക്ക് പോണത്. ഈ വഴി കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ അഭിമന്യുവിൻ്റെ വീട് കാണാം എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. സൂര്യകാന്തി ഇവിടെയാണ് വട്ടവടയിലെ ആദിവാസികളുടെ കോളനി. 2-3 കോളനികളുണ്ട് ഇവിടെ.
അതിലൊന്നാണ് അത്. ഓഫ് റോഡ് ഇറക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്പോട്ട്. ആ അകലെ കാണുന്നതാണ് ആദിവാസി കുടി, അല്ലെങ്കിൽ പഴയ ആൾക്കാർ താമസിച്ചുകൊണ്ടൊരു വീട്, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു വീട്. ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോയി. പഴയ കാലത്തെ വീട്, നല്ല തണുപ്പാണ് അതിന്. തൊട്ട് നോക്കാൻ പറയാൻ നമുക്ക് നല്ല രസമാണ് അതിൻ്റെ തണുപ്പ്. അകത്ത് നല്ല ചൂടും പുറത്ത് നല്ല തണുപ്പുമാണ്. അങ്ങനെയാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല രസമാണ് അത് കാണാൻ. ഓവറാക്കണം. ഞാൻ പേടിച്ചിട്ടാ ഇവിടേക്ക് ഇങ്ങനെ ആന ടൈപ്പ് ഒക്കെ അതല്ല ന്യൂസിലേക്ക് കയറും കറങ്ങി. ഈ ഫോട്ടോയും എല്ലാം എടുത്തു തന്നത് ആ ഡ്രൈവറേട്ടാണ്. നല്ല രസമായിരുന്നു ആ വീഡിയോ ഒക്കെ എടുത്തുന്ന കുറേ വീഡിയോസ് ഉണ്ട്. അതുപോലെ ഇതൊരു ഗുഹയാണ്. ആ ഗുഹയ്ക്കകത്തോടെ നമുക്ക് കയറി അപ്പുറത്ത് ചെല്ലാൻ പറ്റും. ഇതിനകത്തോണ്ട് ഒരാൾക്ക് കഷ്ടിച്ച് കയറി വരാനുള്ള ഒരു ഗ്യാപ്പേ ഉള്ളൂ. അത്രയും ചെറിയ
ഒരു തുരങ്കം ടൈപ്പിലാണ് ഇത് ഇരിക്കുന്നത്. ഞാനൊക്കെ കയറി വരുമ്പം കാല് മടക്കാൻ പറ്റുന്നില്ല, അത്രയും ഭയങ്കര പാടാണ് അതിൻ്റെ അകത്തൂടെ കയറി വരുന്നത്. നല്ല രസമാണ് അത്. വേറെ സീനുണ്ട്. ആദ്യമാണ് ഞാൻ കണ്ണാടി പോലും പയ്യ വന്നോ. മൊത്തം ബ്ലാക്ക് ആണോ? കമലാസിന്റെ ഭയങ്കര ഹൈറ്റുള്ള ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ സ്പോട്ടിൽ പോയി. ഇവിടെ ഇച്ചിരി വഴിയൊക്കെ ഇച്ചിരി സിമെൻ്റ് ഇട്ട് തേച്ചിട്ടുണ്ട്. അതിൻ്റെതായ ഒരു വണ്ടിയിരിക്കുമ്പോൾ നമുക്കും ഉണ്ടായിരുന്നു. ഇവിടെയുള്ളവരുടെ സ്ത്രീകളിലെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഈ ഒരു മേഖലയിലാണെന്ന് പറഞ്ഞത്. ഈ മരത്തിൻ്റെ തൊലി കളയാനും, ഈ മരം നമ്മുടെ പേപ്പർ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മരമെന്നാണ് പറഞ്ഞത്. പേര് ഇപ്പം മറന്നുപോയി. ഇതാണ് ഒരു അകത്തേക്ക് കയറി വന്ന് കഴിയുമ്പം ഫുള്ള് ഇതുപോലെ വൈറ്റ് സൈഡിൽ ഈ മരത്തിൻ്റെ തൊലി കളയാൻ വേണ്ടി കുറേ സ്ത്രീകൾ കൂട്ടം കൂട്ടമായിട്ട് ഗ്രൂപ്പായിട്ട് നിന്ന് ചെയ്യുന്നതാണ് കാണാൻ പറ്റിയത്. ട്രൈബൽ ഇവിടുത്തെ വട്ടവട പഞ്ചായത്തിൽ വട്ടവട വില്ലേജ് വട്ടവട പഞ്ചായത്തിൽ ചേർന്ന ട്രൈബൽ വില്ലേജാണ്. അത് 3 ഇത് സാമ്യാർലക്കുടി, പിന്നെ കൂടല്ലാർകുടി, പിന്നെ വളസപ്പട്ടിക്കുടി, അങ്ങനെ 2-3 കുടികളുണ്ട്. 3-4 കുടികളുണ്ട്. ഈ മല കഴിഞ്ഞ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കാന്തല്ലൂർ മറയൂരാണ്. കാന്തല്ലൂർ ഞങ്ങൾ പോയിട്ട് കുറച്ച് അത്തിപ്പഴം മേടിച്ചു. അത്തിപ്പഴം ഇവിടുത്തെ ഒരു ഫേമസ്, കാരണം ഇവിടെ തന്നെ ഉണ്ടാകുന്ന ഒരു അത്തിപ്പഴമാണ്. അപ്പം അതൊക്കെ വിഷമൊന്നും അടിക്കാത്തതാണ്. ആയതുകൊണ്ടും ആ ഡ്രൈവറുടെ മുന്നിൽ നല്ല സാധനം മേടിച്ചോളാൻ വിളിച്ചു. ഞങ്ങളങ്ങനെ കുറച്ച്
അത്തിപ്പഴം മേടിച്ചത്, നല്ല രസമുണ്ടായിരുന്നു. ഇതുപോലത്തെ റോഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല ആ വീഡിയോയിൽ, ആ ഒരു ടൈപ്പ് ഓഫ് റോഡാണ് ഈ റൂട്ട്. നല്ല രസമുണ്ട്, ആ വണ്ടിന് നല്ല സുഖമായിരുന്നു. അണ്ണൻ പാറ പറക്കുമായിരുന്നു, അണ്ണൻ സൂപ്പർ ഡ്രൈവറാണ്. പുല്ലിൻ്റെ അടിയിലെ ടെൻറ്റ്, ആ അത് അത് വാഷ്റൂമാ? നിങ്ങൾ പോയിട്ട് വരട്ടെ. അതോടെ അങ്ങനെ അതോടല്ലോ. അല്ല നമുക്ക് നോക്കാം. പഴത്തോട്ടം വ്യൂ പോയിന്റ്. താഴെ കാണുന്ന ഉരുളക്കിഴങ്ങ് ചെടിയാണ്. ആ കാണുന്നോ? ആ പച്ച മറ്റേ കോലാരന്നെ. ആ കോവിലൂർ അതല്ലേ? പിന്നെ അതേ കാണുന്ന വലിയ റിസോർട്ടാണ് ഗ്രീൻ വാലി. ഏതാ? ഗ്രീൻ വാല്യൂ. ഗ്രീൻ വാലി. ഇത് വട്ടവടയിൽ ഒരു ഹോം സ്റ്റേയുടെ എൻട്രൻസ് ആണ്. എന്ത് രസമാണ് ഇത് ഉണ്ടാക്കി വെച്ചങ്ങനെ. ആ ഹോം സ്റ്റേ എണ്ണം ഇവിടെ ഹോം സ്റ്റേക്കൊക്കെ ഒരു ഇതിന് വരുന്ന റൂമിന് വരുന്ന പെർ ഹെഡ് 1500 രൂപയൊക്കെ ഉള്ളൂ. ഇത് വ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു രക്ഷയില്ല. വട്ടവടയുടെ ഫ്രണ്ടിൽ നിന്ന് ഈ ചേട്ടൻ്റെ ഈ ഡ്രൈവറേട്ടൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നല്ല മനുഷ്യനാണ്, നല്ല ഫാമിലിയൊക്കെ ആയിട്ട് പോകാനായാലും പിള്ളേർ സെറ്റുണ്ട്. എല്ലാ പ്രായത്തിലുള്ള വൈബ് പിള്ളേരുടെ കൂടെ ആയാലും വൈബാണ് അണ്ണൻ. എനിക്കൊക്കെ എന്തോരം ഫോട്ടോ എടുത്തിട്ടുണ്ടോ. നമുക്കതുപോലെ ഓരോ സ്ഥലങ്ങൾ ഒരു ഗൈഡ് പ്ലസ് ആണ്. നമുക്ക് ഓരോ സ്ഥലത്തെപ്പറ്റിയും അതായത് സ്ഥലത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഈ തടി ഇത് എന്തിന് യൂസ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമുക്ക് പുള്ളി പറഞ്ഞു തന്ന് വണ്ടിയായിട്ട് പോണത്. അറൗണ്ട് ഒരു 6 മണിക്കൂറോളം ഞങ്ങൾ വണ്ടിക്കകത്ത് തന്നെയായിരുന്നു. നമ്മുടെ കൂടെ നമ്മൾ സുഖമാണ്. ഇങ്ങനത്തെ നമ്മളൊരു യാത്രക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരാളെ കിട്ടാന്ന് പറഞ്ഞാൽ
ആ ഒരു ഏരിയയിൽ ഒരു ഗൈഡായിട്ട് നമുക്ക് ഒരാളെ കിട്ടുന്നത് ഭയങ്കര ഗുണമുള്ള കാര്യമാണ്. അതുപോലെ ഇവിടെയൊക്കെ ഹോം സ്റ്റേ പണിത് വരുന്നുള്ളതെന്ന് പറഞ്ഞാൽ പണിത് സെറ്റായി വരുന്നുള്ളൂ. നല്ല ഹോം സ്റ്റേ ഇപ്പം തന്നെ ക്ലൈമറ്റ് ഉണ്ടല്ലോ. ഞങ്ങളിപ്പം തിരിച്ച് ഇറങ്ങാൻ പോകുന്നു. ആ ഒരു ടൈം ആകുന്നുള്ളൂ. ഒരു മല കയറി ഇറങ്ങി വരുവാണ് നമ്മൾ. വട്ടവടയെല്ലാം കാണുന്ന മല കയറി കറങ്ങിയാണ് നമ്മൾ വരുന്നത്. എന്ത് രസം. ഇനി നമ്മൾ പോകുന്നത് സ്ട്രോബെറി ഫാമിലാണ്. ഇവിടെ നമുക്ക് സ്ട്രോബെറി വാങ്ങാൻ പറ്റും. സ്ട്രോബെറി തൈകളുണ്ട്, ചെടികളുണ്ട്, അതിൻ്റെ പരിപാലിക്കുന്നതിൻ്റെ രീതികളുണ്ട്. അതെല്ലാം പറഞ്ഞ് നമുക്ക് തരുന്നുണ്ട്. എനിക്കിവിടുത്തെ സ്റ്റെപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിമെൻറ്റ് കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ല, തടി ഓരോ വിറക് തടിക്കഷ്ണം വെച്ച് നല്ല രസമാണ്. പക്ഷെ തിരിച്ച് കയറാൻ എളുപ്പമായിരുന്നു, ഇറങ്ങാൻ ഇച്ചിരി പാടാണ്. ചവിട്ടുമ്പോഴുള്ളൊരു സുഖമല്ല. പക്ഷെ അടിപൊളിയാണ്, നൈസായിരുന്നു. ആ സ്ഥാനത്ത് മറ്റേ കല്ലുകൊണ്ടൊക്കെ വെച്ചേക്കണ കണ്ടിട്ടുണ്ട്. തടി കൊണ്ടുണ്ടാക്കണ ആദ്യമായിട്ട് കാണാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോളാം. ആ നല്ല രസമല്ല, നല്ല കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സ്ട്രോബെറി. ആ നമ്മുടെ അവിടെ ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ ഉള്ളു, കട്ട കെട്ടിയിട്ടുള്ള. മഴയൊക്കെ ആണ സമയത്ത് ഇതാണ് സ്ട്രോബെറി. അങ്ങനെ സ്ട്രോബെറി തോട്ടത്തേക്ക് കൂടെ നടന്ന് നല്ലൊരു അടുത്ത് ഞങ്ങൾ വന്ന ക്ലൈമറ്റും അടിപൊളിയാണ് അല്ലേ? ക്ലൈമറ്റ് ചൂടുണ്ട്, പക്ഷെ അറിയില്ല ഈ സമയത്ത് ആനച്ചാരം എല്ലാം ഉണ്ടല്ലോ. ഈ മണ്ണൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഭയങ്കര ചൂടായിരിക്കും. ഇപ്പൊ നോക്കി ഇത്രയും വെയിലുണ്ട്, നമുക്ക് ചൂടറിയാൻ പറ്റും. ഫോട്ടോ ഇഷ്ടപ്പെട്ടു. അയ്യോ ഒന്നില്ലാതെ നഷ്ടമായി. നമ്മൾ ചെറിയ സത്യം പറഞ്ഞാൽ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകേണ്ട. ശരിക്കുള്ള ഒരു വെള്ള പൂവാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. നോക്കട്ടെ. ഇതാണ് ശരിക്കും സ്ട്രോബെറി. അത് വിരിഞ്ഞ് ഈ ടൈപ്പാവും. എവിടെ എന്ത് ചെയ്യും വേറെ ചെയ്ത് ഉണ്ടോ? ഈ ടൈപ്പാവും. ഇതും പച്ചയാണ്, നല്ല കളറുള്ളത് കാണിച്ചത്. ഒരു സ്ട്രോബെറിയിൽ നിന്ന് കാ വരണമെങ്കിൽ പൂ വിരിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ കായായി. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇവിടെയൊക്കെ പൂ വിരിഞ്ഞ് കിടക്കുന്നുള്ളൂ. ആ ഇതാണ് സ്ട്രോബെറി. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. നല്ല പഴുത്ത നമുക്കിവിടെ വൈൻ ടേസ്റ്റ് ചെയ്യാൻ തരും. അതുപോലെ തന്നെ ഒരു പാക്കറ്റ് സ്ട്രോബെറിക്ക് 400 രൂപയാണ്. ഒരു പാക്കറ്റിനകത്ത് 1 കിലോയാണ്. ഒരു പാക്കറ്റ് 1 കിലോ സ്ട്രോബെറിക്ക്. അത് തന്നെ ഇത് സ്ട്രോബെറി കൊണ്ട് ഉണ്ടാക്കിയ വൈനാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്, മണമായിരുന്നു. നല്ലൊരു സ്ട്രോബെറിയുടെ മണമുണ്ട്. നല്ല കുടിച്ച് കഴിഞ്ഞാൽ നല്ല
ഒരു രക്ഷയിലാവും. അങ്ങനെ വണ്ടിക്ക് എന്നിട്ട് പിടിക്കാം. അതല്ലേ? പോവോ? അത് നമുക്ക് ഒരു 1/4 കിലോ 150 മേടിച്ചാൽ പോരെ. അങ്ങനെയല്ലടാ കഴിച്ചോ ആരോടാ സ്ട്രോബെറി വെള്ളം. പക്ഷെ എക്സ്പെക്ട് ചെയ്ത അത്ര മധുരം ഇറങ്ങിയിട്ട് കനാലിന്റെ അരികിൽ കൂടെ 100 മീറ്റർ ഓക്കെ നേരെ ഫാൾസിലേക്ക് ചെല്ലും. ഓക്കെ അവിടെ പോയിട്ട് ഫോട്ടോ എടുത്ത് വരിക. ആ ഞാൻ ഇവിടെ ഉണ്ടാവും. ആ ഞാനിവിടെ ഉണ്ടാവും. ഷൂട്ട് എന്തുകൊണ്ട് നന്നായില്ലേ? വേണോ വേറെ ഒന്നും പരിപാടി ഉണ്ടോ? ഞാനൊന്നും പോയിട്ടില്ല. നേരെ ഇപ്പൊ ഇങ്ങോട്ട് നിന്നോട് ഇടാ. ഒരു പേ 10 രൂപ. നീ 10 രൂപ ലാഭിച്ചത്. അയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പോയാ അതെ പുല്ല അല്ല ആഴ്ച ഉണ്ട് നമുക്ക് പിന്നെ നോക്കി പോയതാ. ഈ സ്ഥലത്തിന് പേരിനാട്ടാ ഇത് വട്ടവട വട്ടവട വാട്ടർഫോൾസ്. വാട്ടർഫോൾ വട്ടവട വാട്ടർഫോൾസ്. എനിക്കിന്ന് ദിവസം ഇഷ്ടപ്പെട്ടു. സൗണ്ട് ആണ് കേട്ടോ സൈലന്റ് അല്ലേ? ആ ഭയങ്കര തോന്നുന്നുണ്ട്. ആ 2 കൈ മേലേക്ക്.